നല്ലൊരു പാസീവ് ഇൻകം ഉണ്ടാക്കുന്നതിന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണമെന്നാണ് നമ്മൾ ചെറുപ്പം മുതൽ തന്നെ കേട്ടിട്ടുള്ളത്. ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേർ വളരെയധികം കഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ഒരിക്കലും ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വളരെയധികം കഷ്ടപ്പെടാൻ പാടില്ല. എന്നാൽ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു വർക്കാണെങ്കിലും അത് ചെയ്യാൻ നമ്മൾ റെഡിയാവുകയാണ് വേണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓവർ ടൈം ചെയ്യണമെന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓവർ ടൈം ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ മണി നമുക്ക് കിട്ടും. ആ ഒരു പണം കൊണ്ട് നമ്മുടെ ലൈഫിലെ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പലരും അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ നമ്മളൊരു കാര്യം ചിന്തിക്കണം, വളരെ കുറച്ച് പണം കിട്ടുന്നതിന് വേണ്ടി മാത്രം നമ്മൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണോ? അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ഹെൽത്ത് കംപ്ലൈന്റ് ആക്കണോ എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ എക്സ്ട്രാ മണിക്ക് വേണ്ടി നമ്മൾ എവിടെ പോകുമെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാസീവ് ഇൻകം സോഴ്സ് ജനറേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ എഫേർട്ട് എടുക്കാതെ തന്നെ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കുറഞ്ഞ എഫേർട്ടിൽ ഒരു ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ലൈഫിൽ നന്നായിട്ട് മുന്നേറണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സോഴ്സ് ഓഫ് ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കരുത്. ചില ആൾക്കാർ എന്തെങ്കിലും ഒരു ജോലി മെയിനായിട്ട് ഒരു ജോലി ചെയ്തതിന് ശേഷം വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഫുഡ് ഡെലിവറിയൊക്കെ ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വൈകുന്നേരം ജോലി ചെയ്ത് വീട്ടിലെത്തി കഴിയുമ്പോൾ വളരെയധികം ടയേർഡ് ആയിരിക്കും. പിന്നീട് ഇങ്ങനെ ഒരു വർക്ക് കൂടി ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ടയേർഡ് ആവുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഹെൽത്തിനെ സാരമായിട്ട് ബാധിക്കും. അതേസമയം വലിയ എഫേർട്ട് ഇല്ലാതെ തന്നെ നിങ്ങൾക്കൊരു പാസീവ് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ബിസിനസ് ആശയങ്ങളുണ്ട്. അത്തരത്തിൽ പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ പറയുന്ന ബിസിനസ് തന്നെ നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അതിലൂടെ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയുള്ള മുഴുവൻ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടാൽ മാത്രമേ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. ത്രിഫ്റ്റ് സെല്ലിംഗ് ബിസിനസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ താങ്ങാൻ പറ്റുന്ന വിലയ്ക്ക് വാങ്ങുകയും അത് വീണ്ടും വിൽക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസിനെയാണ് ത്രിഫ്റ്റ് സെല്ലിംഗ് ബിസിനസ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് മുമ്പ് മറ്റുള്ളവരുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന പ്രോഡക്റ്റുകൾ അതെന്തുമാകാം, ഇത് വസ്ത്രങ്ങളാകാം, ആക്സസറികളാകാം, പുസ്തകങ്ങളാകാം, ഫർണിച്ചറുകളാകാം, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാകാം, ഇതെല്ലാം ഉപയോഗിച്ചതിന് ശേഷം അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം പ്രോഡക്റ്റുകൾ കുറഞ്ഞ വിലയിലെടുത്തതിന് ശേഷം അതിനെ റീസൈക്കിൾ ചെയ്തോ ക്ലീൻ ചെയ്തോ ഒക്കെ വിൽക്കുന്നതിനെയാണ് ത്രിഫ്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ രൂപയ്ക്കാണ് ഇത് നമുക്ക് കിട്ടുന്നത്. പല ബ്രാൻഡിന്റെയും പ്രോഡക്റ്റുകൾ ചീപ്പ് റേറ്റിൽ കിട്ടും. ചില ഷോപ്പുകളിലൊക്കെ ഫോറിൻ ഡ്രസ്സുകൾ 100 രൂപയ്ക്കും 150 രൂപയ്ക്കും ഒക്കെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതെല്ലാം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. എന്നാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം യൂസ്ഡ് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ നിരക്കിലാണ് നമുക്കിത് കിട്ടുന്നത്. യൂസ്ഡ് ഡ്രസ്സുകൾ കൂടുതലായിട്ടും വരുന്നത് കൊറിയയിൽ നിന്നാണ്. കാരണം കൊറിയക്കാരുടെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരുമായിട്ട് ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്, മാച്ച് ആകുന്നതാണ്. ഇന്നത്തെ തലമുറ കൂടുതലായിട്ടും യൂസ്ഡ് ഡ്രസ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം പല വിദ്യാർത്ഥികളും അവർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ വാങ്ങുന്നതിനുള്ള സാമ്പത്തികം അവരുടെ പക്കൽ ഉണ്ടാകില്ല. ഇത്തരം വിദ്യാർത്ഥികൾ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല ബ്രാൻഡിന്റെ ഡ്രസ്സുകൾ ധരിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ്ഡ് ഡ്രസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. കുറഞ്ഞൊരു എമൗണ്ടിൽ തന്നെ നല്ലൊരു ബ്രാൻഡിന്റെ നല്ല ക്വാളിറ്റിയുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകൾ അവർക്ക് വാങ്ങാൻ സാധിക്കും. അത് മാത്രമല്ല, ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് വേറെ അങ്ങും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മറ്റൊരാൾ അത് ധരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. വളരെ റയർ ആയിരിക്കും, ഒന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഷൂവും മറ്റ് ആക്സസറീസും ഒക്കെ. അപ്പൊ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡ്രസ്സ് മാത്രം ഉൾപ്പെടുത്താതെ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു സ്റ്റോർ നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റും. ഇത് ഓൺലൈനായിട്ടും അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റോർ ആയിട്ടും നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റും. ഡൽഹിയിലും മുംബൈയിലേക്ക് പോയി കഴിഞ്ഞാൽ ത്രിഫ്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അവിടെ എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള ധാരാളം ഷോപ്പുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സരോജിനി മാർക്കറ്റിലും ഹിൽ റോഡിലുമെല്ലാം ഇത്തരത്തിലുള്ള ധാരാളം ഷോപ്പുകളുണ്ട്. ഇവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ബ്രാൻഡ് ഡ്രസ്സുകളെല്ലാം വളരെ ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് വരാൻ പറ്റും. നിങ്ങൾ എടുക്കുന്ന വസ്ത്രങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്വന്തമായിട്ട് സ്റ്റോറുകൾ നിർമ്മിക്കാവുന്നതാണ്. എന്നിട്ട് അവിടെ ഇതെല്ലാം പോസ്റ്റ് ചെയ്യുക. ലിമിറ്റഡ് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതെല്ലാം വിറ്റ് തീരും. അതുപോലെ നിങ്ങൾക്കൊരു ഷോപ്പും തുടങ്ങാൻ സാധിക്കും. ഈ ഷോപ്പിലും നിങ്ങളുടെ ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. കേരളത്തിലും ഇത്തരം ധാരാളം ഷോപ്പുകളുണ്ട്. പുറം രാജ്യങ്ങളിലുള്ള ആളുകൾ അവർ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ ഉപയോഗിച്ചതിന് ശേഷം ഉപേക്ഷിക്കുമ്പോൾ ഒരു കമ്പനി അവയെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലുള്ള സെല്ലേഴ്സ് അത് വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയതിന് ശേഷം വളരെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് റീസെയിൽ ചെയ്യും. ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ചീപ്പ് റേറ്റിൽ കിട്ടും. ആ ഒരു സമയത്ത് അതിന്റെ സെല്ലേഴ്സിന് നല്ലൊരു എമൗണ്ട് കിട്ടുകയും ചെയ്യും. എന്നാൽ ഈ ഡ്രസ്സൊക്കെ ആരെങ്കിലും വാങ്ങുമോ എന്ന് പലർക്കും സംശയം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയുടെ ത്രിഫ്റ്റ് സെല്ലിംഗ് മാർക്കറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് $3 ബില്യൺ കഴിഞ്ഞിട്ടുണ്ട്.
നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഇടുക എന്ന് പറയുന്നത് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഒരു വീട്ടിൽ രണ്ടുപേരുണ്ടെങ്കിൽ ബ്രദറിന്റെ ഡ്രസ്സ് അവൻ ഉപയോഗിച്ചതിന് ശേഷം സഹോദരൻ ഇടാറുണ്ട്. കേരളത്തിൽ ഈ ഒരു ബിസിനസ് ചെയ്യുന്നവർ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഇത്തരം ഡ്രസ്സുകൾ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നവരെ തീർച്ചയായിട്ടും നിങ്ങൾ സമീപിക്കണം, അവരെ കോൺടാക്ട് ചെയ്യണം. ഒരു 7-8 വിതരണക്കാരെ നിങ്ങൾ സമീപിച്ചതിന് ശേഷം അവരുടെ പക്കൽ നിന്ന് അതിന്റെ ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രോഡക്റ്റ് എടുക്കുക. 6 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ ഉൾപ്പെടുന്നത്. ആദ്യമായിട്ട് ഒരു ഡീലറെ കണ്ടെത്തണം, അതിനുശേഷം പ്രോഡക്റ്റ് എടുക്കണം, അതിന്റെ ക്വാളിറ്റി പരിശോധിക്കണം, മാർക്കറ്റിംഗ് ചെയ്യണം, പാക്കിംഗ് ചെയ്യണം, ഡെലിവറി ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും വളരെ എഫേർട്ട് കുറഞ്ഞ രീതിയിലാണ് പാസീവ് ഇൻകം ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഒരു കാര്യം, നമ്മൾ പാസീവ് ഇൻകം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ തുടക്കത്തിൽ നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം. അതിന്റെ പ്രോസസ്സ് എല്ലാം നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം നടന്നുകൊള്ളും. നിങ്ങൾക്ക് ധാരാളം സെയിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ടൈം ജോബായിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓരോ ആഴ്ചയിലും നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടുള്ള പലതരത്തിലുള്ള ടീസറുകൾ നിങ്ങൾ അതിൽ പങ്കിടണം. പലതരത്തിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പക്കലുള്ള ഓരോ ക്ലോത്തിന്റെയും ബ്രാൻഡ് നെയിമും അതിന്റെ സ്റ്റൈലും കളക്ഷൻസും അതിന്റെ കൃത്യമായിട്ടുള്ള സൈസുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ ധാരാളം പങ്കിടണം. എല്ലാ പോസ്റ്റിലും ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് സെയിൽ ആകുന്നതിനുള്ള നല്ലൊരു മാർക്കറ്റിംഗ് ട്രിക്കാണ്. ആദ്യമായിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഫോളോവേഴ്സ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റുകളൊക്കെ നല്ല രീതിയിൽ തന്നെ മൂവ് ആകും. ഫോളോവേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റുകളും ഒക്കെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളൊരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ക്വാളിറ്റി തീർച്ചയായിട്ടും പരിശോധിക്കണം. സ്റ്റിച്ചിങ്ങിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചതിന് ശേഷം നല്ല ക്ലീൻ ചെയ്തിട്ട് വേണം അത് സെയിൽ ചെയ്യാൻ. ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ഇങ്ങനെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനും വളരെയധികം സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. പല പ്രോഡക്റ്റുകളും റീസൈക്കിൾ ചെയ്താണ് ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ക്ലോത്തുകൾ സെയിൽ ചെയ്യുന്ന സ്റ്റോറുകളെ സംബന്ധിച്ചിടത്തോളം പല സ്റ്റോറുകളിലും കാണാൻ കഴിയാത്ത വളരെ റെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വിന്റേജ് ടൈപ്പിലുള്ള ഡ്രസ്സുകളൊക്കെ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പലരെയും അവിടേക്ക് അത് ആകർഷിക്കുകയും ചെയ്യും. ഇത്തരം കോസ്റ്റ്യൂംസ് ധരിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അങ്ങോട്ട് അട്രാക്റ്റീവ് ആകും. തുടക്കത്തിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ കണ്ട് അവർക്ക് വസ്ത്രങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് DM ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് മാർക്കറ്റിംഗ് ചെയ്യാവുന്നതാണ്. അതിന് തുടക്കത്തിൽ കുറച്ച് പൈസ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. പക്ഷേ നിങ്ങളുടെ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ഉയർത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഓൺലൈൻ സ്റ്റോറുകളും റീസെല്ലർ സ്റ്റോറുകളും ഒക്കെ ഇതിനോടകം തന്നെ ധാരാളം ഉണ്ട്. നല്ല രീതിയിൽ അവർ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നുമുണ്ട്. ഓൺലൈൻ സ്റ്റോറുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പ്രത്യേകിച്ച് ഒരു ഷോപ്പിന്റെ വാടകയോ ഒന്നും നിങ്ങൾക്ക് ആകുന്നില്ല. നിങ്ങൾക്കത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങൾക്ക് എന്റെ വിതരണക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം പേരുടെ കോൺടാക്ട് നമ്പർ കിട്ടും. അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പോയി പ്രോഡക്റ്റ് എടുക്കാവുന്നതാണ്. ഒരു തവണ അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അവർ വീട്ടിലേക്ക് ഇത് അയച്ചു തരും. എത്രത്തോളം വിലക്കുറവിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങാൻ കഴിയുന്നുവോ അത്രത്തോളം തന്നെ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. അത്രത്തോളം ഒരു മാർജിൻ നിങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്കതിന്റെ പ്രോഫിറ്റിന്റെ ഒരു ഏകദേശ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു കിലോയുടെ വില വരുന്നത് 80 രൂപയാണെന്ന് കരുതുക. 80 രൂപയ്ക്ക് ഒരു ബണ്ടിൽ എടുക്കുമ്പോൾ 90 kg ആണ് ഒരു ബണ്ടിൽ എന്ന് പറയുന്നത്. 7200 രൂപയോളം വരും. ഇതിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷനും മറ്റ് എക്സ്പെൻസുകളും കൂടെയൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 8200 രൂപയോളം ആകും. 90 കിലോ 8200 രൂപയ്ക്ക് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നും എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. ഒരു കിലോയ്ക്ക് 80 രൂപ വരുമ്പോൾ ഒരു ഡ്രസ്സിന് നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റിക്കും ബ്രാൻഡിങ്ങിനും അനുസരിച്ച് ഇഷ്ടമുള്ള റേറ്റ് ഇടാവുന്നതാണ്. അപ്പോൾ തന്നെ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത്. തുടക്കത്തിൽ ഒരു പാർട്ട് ടൈം ആയിട്ട് തുടങ്ങി പിന്നീട് വലിയൊരു ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയയാണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.